ഈ കഥ ഒന്ന് നോക്കി വായിക്കേണ്ടി വരും, കാരണം ഇന്ന് എഴുതി തീർത്തതാണ്. ഈ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാങ്കല്പികമല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് നമ്മൾ കേട്ടിരിക്കുന്ന കഥകളിൽ, പ്രണയത്തിൻ്റെ വരികളിൽ നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിയ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഇതിഹാസ പ്രണയത്തിൻ്റെ കഥകൾ, അല്ലെങ്കിൽ ലൈലയുടെയും മജ്നുവിൻ്റെയും ഭ്രാന്തമായ പ്രണയത്തിൻ്റെ കാവ്യത്തിൽ പ്രണയിക്കാൻ മാത്രം ഇറങ്ങിത്തിരിച്ച നമ്മുടെ കൗമാരങ്ങൾ, പിന്നീട് നമ്മൾ കൗമാരം കഴിഞ്ഞ് വയസ്സിൻ്റെ അക്കങ്ങൾ എതിരിഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് അന്ന് അത്ഭുതപ്പെടുത്തിയ പ്രണയത്തിൻ്റെ ഇതിഹാസ കഥാപാത്രങ്ങൾ ഒന്നും വിവാഹത്തിൽ എത്തിയിരുന്നില്ലെന്ന്. എത്തുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ബാല്യത്തിൽ വായിച്ചറിഞ്ഞ ലൈലയുടെയും മജ്നുവിൻ്റെയും മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും കഥകൾ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഒരു പരിഹാസ രൂപേണ ആരോ പറഞ്ഞുപോയി. ഞാൻ അന്നും കരുതി ശരിയായിരിക്കും, വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പ്രണയിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങി പുറത്തെടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ ചിലപ്പോൾ കുടുങ്ങി അമർന്നേനെ. ഇന്ന് പ്രവാസ ലോകത്ത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ അന്ന് ബാല്യത്തിൽ വായിച്ചതും കൗമാരത്തിൽ അത്ഭുതപ്പെടുത്തിയതും ആരോ അന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ കലാശിക്കുമായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും പ്രണയം കൊണ്ട് കവിതകൾ എഴുതില്ലായിരുന്നു എന്ന് ഇവിടെ തിരുത്തി കുറിക്കുകയാണ്. കാരണം വിവാഹശേഷം മരണശേഷവും ഒരാളെ എങ്ങനെ പ്രണയിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്ദി. ഒരു ദിവസം പോലും ഓഫീസിൻ്റെ അകത്തളങ്ങളിൽ അവൾ ആ ഭർത്താവിൻ്റെ മഹിമയെപ്പറ്റി പറയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. മരിച്ചിട്ട് 6 അടി മണ്ണിൽ ഉറങ്ങാൻ കിടന്നിട്ട് വർഷങ്ങൾ താണ്ടിയിരിക്കുന്നു. എന്നിട്ടും അവൾക്ക് ഒരു നേരം ആലോചിക്കാത്ത ദിനങ്ങൾ കടന്നു പോകാറില്ലത്രേ. അയാൾ എന്തു ഭാഗ്യവാനാണ്. ശരിക്കും വിവാഹത്തിന് ശേഷമല്ല അവർ പ്രണയിച്ചത്, അവർ സ്നേഹിച്ചത്. അയാൾ അത്രത്തോളം പ്രണയിച്ചു കൊണ്ടായിരിക്കാം, അത്രത്തോളം പ്രണയിച്ചു കാണുമെന്ന് ഉറപ്പാണ്. ഇന്നലെയും അവൾ പറഞ്ഞു, നാളെ എൻ്റെ ഇക്കയെ ആഖിറത്തിൽ ഒരുമിച്ച് കാണാമല്ലോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ എന്ന്. നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങൾ കുന്നുകൂട്ടുമ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം, നാളെ ഈ ലോകത്തോട് വിട പറഞ്ഞാലേ. അന്ന് അവളുടെ ഇക്കയെ കബറിടത്തിൻ്റെ മണ്ണിൽ പച്ചമഷി കൊണ്ട് എഴുതപ്പെട്ട മീസാൻ കല്ലിൻ്റെ അരികത്ത് അന്ന് കുത്തിവെച്ച മൈലാഞ്ചി ചെടിയുടെ തണലിട്ട് അവളുടെ ഇക്കയുടെ അരികത്ത് അന്തിയുറങ്ങണമെന്നായിരുന്നു ഇന്ന് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. മനുഷ്യ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. ഓരോ നിമിഷവും നിങ്ങളെ ചിന്തിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുത്ത സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ആ 2 ചിറകിൽ നിങ്ങൾ ഒതുക്കി കാത്തുവെച്ച പ്രണയത്തിൻ്റെയും ഫലമായിരിക്കും ഇന്ന് നിങ്ങളെ മാത്രം ഓർത്ത് അവൾക്ക് മക്കളെയും ചേർത്ത് ഈ പ്രവാസ ലോകത്ത് ചെറുപുഞ്ചിരിയോടെ നിലനിൽക്കാൻ സാധിച്ചത്. ഞാൻ എഴുതിയ കഥകളിൽ എഴുതാൻ ഇഷ്ടവും സന്തോഷവും തോന്നിയ കഥയാണ്, കാരണം അവൾ അങ്ങനെയാണ്. നന്ദി.